to our next EVS class. Okay, all are ready? Okay. How are you all? Fine? I hope all are fine and safe at home. Okay. This is our 35th class. Okay, 35th class ആണല്ലേ. This we will learn the third chapter in this text. Third chapter, my neighborhood. Okay, all are ready? Okay. What is neighborhood? What is neighborhood? All we take the page number 169. 169. Neighborhood. My neighborhood. എന്താണ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ അല്ലേ നോക്കുമ്പോഴല്ലേ നമ്മുടെ പ്ലേസസ് അറൗണ്ട് അവർ ഹോം, നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളെയൊക്കെ പറയുന്നതാണെന്ത് നെയ്ബർഹുഡ് അല്ലേ. നമ്മുടെ അയൽവക്കത്തുള്ളവരെ അയൽവക്കക്കാരെയൊക്കെ പറയുന്ന പേരെന്താ നെയ്ബേഴ്സ് അല്ലേ, നെയ്ബേഴ്സ്. അതുപോലെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഓരോ സ്ഥാപനങ്ങളെ സ്ഥലങ്ങളെയൊക്കെ പറയുന്നതാണ് നെയ്ബർഹുഡ്. നമ്മുടെ ചുറ്റുപാടും അല്ലേ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ദി പ്ലേസസ് അറൗണ്ട് അവർ ഹോം മേക്ക് അപ്പ് അവർ നെയ്ബർഹുഡ്. എന്താണ് നെയ്ബർഹുഡ്? വാട്ട് ഈസ് നെയ്ബർഹുഡ്? ദി പ്ലേസസ് അറൗണ്ട് അവർ ഹോം, നെയ്ബർഹുഡ്. NEIGHBOURHOOD, neighborhood. Then what is neighborhood? The places around our home make up our neighborhood. നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള പ്ലേസുകളെല്ലാം പറയുന്നതാണ് neighborhood. Okay. What is neighborhood? The places around our home make up our neighborhood. The people who live near our home are called neighbors. എന്താണ് നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാരെ പറയുന്ന മനുഷ്യന്മാരെ പറയുന്ന പേരാണ് neighbors. The people who live near our home are called neighbors. What is neighbors? NEIGHBOURS, neighbors. What are neighbors? The people who live near our home are called neighbors. Okay, understand? What are neighborhoods? What is neighborhood? The places around our home make up our neighborhood. നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയൊക്കെ പറയുന്നതാണ് neighborhood. The places, the people who live near our home are called neighbors. നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? neighbors. We should keep our neighborhood neat and clean. അതുകൊണ്ട് എന്താണ് നമ്മുടെ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടും എല്ലായ്പ്പോഴും എന്തായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ വി ഷുഡ് കീപ് അവർ ഹോം, നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഹോം ചുറ്റുപാടും ഒക്കെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഓക്കെ, ലെറ്റ് us begin. Circle the places you see on your way to school. നിങ്ങൾ സ്കൂളിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്ലേസസ്, ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലില്ല, ഇത് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. സർക്കിൾ പ്ലേസസ് യു സീ ഓൺ യുവർ വേ ടു സ്കൂൾ. ഈ വീട്ടിൽ നിന്നും സ്കൂളിലെത്താൻ നിങ്ങൾ ഇതിലേതൊക്കെ സ്ഥലങ്ങൾ കടന്ന് വേണം പോകാൻ, അത് സർക്കിൾ ചെയ്യും. നിങ്ങളുടെ വീടിൻ്റെ സ്കൂളിൻ്റെയും ഇടയിലുള്ള പ്ലേസസ് ഏതൊക്കെയാണോ അത് നിങ്ങൾ സർക്കിൾ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ്? എന്താണ്? ഹോമ്. പിന്നെ ഹോമിൽ നിന്നും ഇപ്പോൾ വരുമ്പോൾ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ, ഒരു പാർക്കാണ്. പാർക്കുണ്ട്, പിന്നെ ഗ്രോസറി സ്റ്റോർ അല്ലേ, കടകൾ, പിന്നെ എന്താണ് നാഷണൽ ബാങ്ക്, ഒരു ബാങ്ക്, ഇതെന്താണ് ഹോസ്പിറ്റൽ അല്ലേ, എന്താ എന്താണ് ക്ലിയർ ആകുന്നില്ല.
അത് അങ്ങനെ സ്കൂള്. അപ്പൊ ഇതില് നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്തുന്നത് വരെ ഏതൊക്കെ സ്ഥലങ്ങൾ കടന്നാണ് പോകുന്നത് എന്നുള്ളത് ഇതിലുണ്ടെങ്കിൽ നിങ്ങളത് സർക്കിൾ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നത് വരെ ഇതിലേതെങ്കിലും സംഭവങ്ങൾ കാണാറുണ്ടെങ്കിൽ നിങ്ങളത് സർക്കിൾ ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അപ്പൊ എന്താണ് നെയ്ബേഴ്സ് എന്താണ്? പീപ്പിൾ ഹൂ ലീവ് നിയർ അവർ ഹോം. നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന, നമ്മുടെ വീടിന്റെ അടുത്ത് ഒക്കെ ചുറ്റും താമസിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് നെയ്ബേഴ്സ്. നെയ്ബർഹുഡ്. വാട്ട് ഈസ് നെയ്ബർഹുഡ്? The places around our home are called neighborhood. The places around our home are called neighborhood. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇനി നമ്മുടെ ചുറ്റുപാടുള്ള നെയ്ബർഹുഡുകൾ എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 170. Turn the next page number 170. Some places in our neighborhood. നമ്മുടെ ചുറ്റുപാടുള്ള സാധാരണ some places. സാധാരണ നമ്മൾ കാണുന്ന some places. Okay, first market. അല്ലേ? മാർക്കറ്റ് അല്ലേ? എല്ലാവരുടെയും വീട്ടിലെ മാർക്കറ്റ് ഉണ്ടാവും അല്ലേ? വീട്ടിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ അല്ലേ ഒരു മാർക്കറ്റ് ഉണ്ടാവും. ഒരു ചെറിയ മാർക്കറ്റ് ആണെങ്കിലും കാണും അല്ലേ? മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ്? എന്തിനു വേണ്ടിയാണ് മാർക്കറ്റ്? We go to the market to buy the things we need. അല്ലേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലമാണ് മാർക്കറ്റ് അല്ലേ? Shops sell vegetables, fruits, flowers, clothes, food items and many other things. ഇവയൊക്കെ നമുക്ക് ക്ലോത്ത്സ് വാങ്ങണമെങ്കിലും പിന്നെ വെജിറ്റബിൾസ് വാങ്ങണമെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങണമെങ്കിലും അല്ലേ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിലും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ എന്ത് വേണം? ഒരു മാർക്കറ്റ് ഉണ്ടാവണം അല്ലേ? അതാണ് മാർക്കറ്റ്. അപ്പം നമ്മുടെ പ്ലേസ് അറൗണ്ട് അവർ നെയ്ബർഹുഡിൽ ഫസ്റ്റ് വൺ ഏതാണ്? മാർക്കറ്റ്. കച്ചവട സ്ഥലം അല്ലേ? ചന്ത, മാർക്കറ്റ്. അപ്പൊ എന്താണ് മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ്? We go to the market to buy the things we need. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അല്ലേ സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലമാണ് മാർക്കറ്റ്. We go to the market. എന്തിനു വേണ്ടിയാണ് നമ്മൾ മാർക്കറ്റിൽ പോകുന്നത്? We go to the market to buy the things we need. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലമാണ് മാർക്കറ്റ്. These shops sell vegetables, fruits, flowers, clothes, food items and many other things we buy this market. In this market we buy vegetables, fruits, flowers, clothes, food items and many other things. ഇവയൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാനുള്ള സ്ഥലമാണ് മാർക്കറ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള നിയർ ഹോം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്, ഒരു പ്ലേസാണ് മാർക്കറ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടു മാർക്കറ്റ്. വാട്ട് ആർ മാർക്കറ്റ്? ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ്. We go to market to buy the things we need. These shops sell vegetables, fruits, flowers, clothes, food items and many other things. ഇവയൊക്കെ നമുക്ക് ഫുഡ് ഐറ്റംസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ക്ലോത്ത്സും ഇവയൊക്കെ നമുക്ക് വാങ്ങാനുള്ള സ്ഥലമാണ് മാർക്കറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഈ വേർഡ്സുകളൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ എഴുതിയതാണ് അല്ലേ? വെജിറ്റബിൾസ് അറിയാം, ഫ്രൂട്ട്സ് സ്പെല്ലിംഗ് അറിയാം, ഫ്ലവേഴ്സ് അറിയാം അല്ലേ? ക്ലോത്ത്സ്, ഫുഡ് ഐറ്റംസ് ഇവയൊക്കെ നമ്മൾ എഴുതി പഠിച്ച വേർഡ്സുകളാണ്. അതുകൊണ്ട് ഇന്ന് നോട്ട്ബുക്കിലേക്ക് ഐറ്റംസ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വായിക്കാൻ പഠിക്കാം കേട്ടോ. മാർക്കറ്റിൽ നിങ്ങൾ എഴുതാൻ ഐറ്റംസ് എഴുതാം. എന്നിട്ട് അത് റീഡ് ഐറ്റംസ്. We go to the market. Okay, all of you read. We go to the market to buy the things we need. These shops sell vegetables, fruits, flowers, clothes, food items and many other things.
ആൻഡ് സെക്കൻഡ് ബാങ്ക്. എല്ലാവരും ബാങ്കിൽ പോയിട്ടില്ലേ? ബാങ്ക് എടുത്തില്ലേ നിങ്ങളെ? ബാങ്കിൽ പോകാത്ത ഉണ്ടോ? ഇല്ല, നമ്മളെ മുതിർന്നവരൊക്കെ ആയിരുന്നു അല്ലേ? നിങ്ങൾ അങ്ങനെ പോകാൻ സാധ്യതയില്ല അല്ലേ? നിങ്ങളുടെ പേരൻസ് ഒക്കെ അല്ലേ? നമ്മുടെ പണമിടപാടുകളൊക്കെ എവിടെയാണ്? ബാങ്കിലാണ് അല്ലേ? എന്തിനാണ് ബാങ്കിൽ പോകുന്നത്? We go to the bank to keep our money and other valuables safe. അല്ലേ? നമ്മുടെ പൈസ അല്ലേ? നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ സേഫ് ആയിട്ട് വെക്കുന്നു. വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ സ്വർണം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കുന്നത് എവിടെയാണ്? ബാങ്കിലാണ്. അപ്പൊ അതിനാണ് നമ്മൾ ബാങ്കിൽ പോകുന്നത്. We go to the bank to keep our money and other valuables safe. What are the importance of bank? Second place ആണ് നെയ്ബർഹുഡിലെ സെക്കൻഡ് പ്ലേസ് ആണ് ബാങ്ക്. നമ്മുടെ നെയ്ബർഹുഡിലുള്ള ഫസ്റ്റ് നമ്മൾ കണ്ടു മാർക്കറ്റ്, സെക്കൻഡ് നമ്മൾ കണ്ടതാണ് ബാങ്ക്. What are the importance of bank? We go to a bank to keep our money and save other valuables safe. എവിടെ ഇതിനൊക്കെയാണ്? keep our money and other valuables money and other valuables എന്നാ വിലപിടിപ്പുള്ളവ valuables അതെടുത്തു കേട്ടോ. VALUABLES valuables വിലപ്പെട്ട സാധനങ്ങൾ. മണിയും അതുപോലുള്ള വിലപ്പെട്ട സാധനങ്ങളും നമ്മൾ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബാങ്ക്. What are the importance of bank? We go to a bank to keep our money and other valuables safe. Okay. The first bank, market. What are the importance of market? We go to the market to buy the things we need. Buy the things we need. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സ്ഥലമാണ് മാർക്കറ്റ്. പിന്നെ അതുപോലെ what are the importance of bank? We go to the market to keep our money and this valuables safe. മണിയും അതുപോലെ വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ സേഫ് ആയിട്ട് വെക്കുന്ന സ്ഥലമാണ് ബാങ്ക്. ഓക്കെ. ആൻഡ് അതർ നെയ്ബർഹുഡ് പ്ലേസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഉണ്ടാവും നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഏതാണ്? അവിടെ ആര്യയുണ്ട് അല്ലേ? അൽസലാമുണ്ട്. കേരളയിലേക്ക് പോയാൽ പിന്നെ ഇടക്കരയിലേക്ക് പോയാൽ അല്ലേ? ഏതൊക്കെയാണ്? പ്രശാന്തി, എറണാകുളം അല്ലേ? നമ്മുടെ നിലമ്പൂര് അല്ലേ? നിലമ്പൂർ ആശുപത്രി. ഇതൊക്കെ എന്താണ്? നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അല്ലേ? നിർബന്ധമായിട്ട് നമ്മുടെ പ്ലേസിനടുത്ത്, നമ്മുടെ വീടിനടുത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവണം. അപ്പൊ ഓക്കെ. We go to a hospital for treatment when we are sick or injured. നമുക്ക് രോഗങ്ങൾ വരുമ്പോഴും അതുപോലെ മുറിവുകൾ ഏൽക്കുമ്പോഴും നമുക്ക് നമ്മൾ എവിടെ പോകുന്നത്? നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? We go to a hospital. അതാണ്. അപ്പം അതർ നെയ്ബർഹുഡ് പ്ലേസ് ഹോസ്പിറ്റൽ. HOSPITAL hospital. What are the importance of hospital? We go to a hospital for treatment when we are sick or injured. നമ്മൾ ഇൻജേർഡ് ആകുമ്പോൾ, ഇൻജേർഡ് മീൻസ് മുറിവേൽക്കുമ്പോൾ, സിക്ക് ആകുമ്പോൾ, രോഗങ്ങൾ വരുമ്പോഴും നമ്മളെ സന്ദർശിക്കുന്നത് എവിടെയാണ്? നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ. ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. ഇൻജുവേർഡ് ഇൻജുവേർഡ് മുറിവേൽക്കുമ്പോൾ. ഈ ഹോസ്പിറ്റൽ ഹാസ് സ്പെഷ്യൽ വാൻസ്. ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റൽ പോകും കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ തരത്തിലുള്ള വാനുകൾ കണ്ടില്ലേ? അതെന്താണ്? ആംബുലൻസ്. എന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും ആംബുലൻസ്. എന്തിനാണ് ആംബുലൻസ്? എന്തിനാണ്? ടു ക്യാരി വെരി സിക്ക് പീപ്പിൾ ടു ദി ഹോസ്പിറ്റൽ. വളരെ രോഗം മൂർച്ഛിച്ച് ആൾക്കാരെ കൊണ്ടുപോകാനും പിന്നെ അതുപോലെ മരിച്ചവരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന വാഹനമാണ് ആംബുലൻസ്. അതെവിടെ കാണാം? ഹോസ്പിറ്റലിന് മുന്നിലാണ്. AMBULANCE ആംബുലൻസ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് വേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. What are the importance of hospital? എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റൽ? We go to a hospital for treatment. എന്തിനാണ്? ട്രീറ്റ്മെന്റിനാണ്.
നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനാണ് when we are sick or injured. നമുക്ക് രോഗങ്ങൾ വരുമ്പോഴും അതുപോലെ ഇൻജേർഡ് ആകുമ്പോൾ മുറിവേൽക്കുമ്പോൾ അല്ലേ, കൈ മുറിയുമ്പോൾ അല്ലെങ്കിൽ കൈ ഒടിയുമ്പോൾ കാല് ഒടിയുമ്പോഴേ ഈ സമയത്തൊക്കെ നമുക്ക് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ. പിന്നെ അവിടെ എന്താ പറയുക? ഹോസ്പിറ്റൽ സ്പെഷ്യൽ വാൻ അല്ലേ, ഓരോ ഹോസ്പിറ്റലിന് സ്പെഷ്യൽ ആയിട്ടുള്ള വാനുകൾ ഉണ്ടാവും. അങ്ങനെ പറയുന്നതാണ് ആംബുലൻസ്. AMBULANCE ആംബുലൻസ്. What are the importance of ambulance? To carry very sick people to the hospital. എന്തിനാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്? To carry very sick people to the hospital. വളരെ രോഗിയായ ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാനാണ് ആംബുലൻസ്. ഓക്കെ. And then next place school. അല്ലേ, സ്കൂൾ ഉണ്ടാവും. എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരാണല്ലോ അല്ലേ, എല്ലാവർക്കും ഇത് വേണം, സ്കൂൾ വേണം അല്ലേ. നെക്സ്റ്റ് പ്ലേസ് CHOOL സ്കൂൾ. We go to a what are the importance of school? We go to a school to study and learn. എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? To study and to learn. We go to a hospital. We go to a school to study and learn. What are the importance of school? സ്കൂളിന്റെ പ്രാധാന്യം എന്താണ്? Read. We go to a school. We go to a school to study and to learn. പഠിക്കാനും എന്തിനാണ്? ലേൺ ചെയ്യാനും നമ്മുടെ പോകുന്ന സ്ഥലമാണ് സ്കൂൾ. ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്ലേസ് ആണ് സ്കൂൾ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് സ്കൂൾ. ഫസ്റ്റ് നമ്മൾ കണ്ടു മാർക്കറ്റ്, സെക്കൻഡ് ബാങ്ക്, തേർഡ് ഹോസ്പിറ്റൽ, ഫോർത്ത് സ്കൂൾ. ഓക്കെ. What are the importance of school? We go to school to study and learn. അല്ലേ, നമ്മള് സ്കൂളിൽ പോയിട്ട് നമ്മള് പഠിക്കുന്നു, അതുപോലെ ലേൺ ചെയ്യുന്നു അല്ലേ. ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സ്ഥലമാണ്, അറിവ് തരുന്ന സ്ഥലമാണ് സ്കൂൾ. ആൻഡ് ദെൻ ഫയർ സ്റ്റേഷൻ. നെക്സ്റ്റ് ഫയർ സ്റ്റേഷൻ ഉണ്ടാവും അല്ലേ. FIRESTATION ഫയർ സ്റ്റേഷൻ. എന്താണ് ഫയർ സ്റ്റേഷൻ? ഫയർ സ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫയർ സ്റ്റേഷനിലെ സൗണ്ട് ഒക്കെ, ഫയർ സ്റ്റേഷനിലും വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടില്ല നിങ്ങളെ? എന്തിനാണ് ഫയർ സ്റ്റേഷൻ ഉപയോഗിക്കുക? What are the importance of fire station? A fire station has people who help put out a fire. അല്ലേ, വലിയ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ, തീപിടുത്തം അതുപോലെ ഡ്രോണിങ് അല്ലേ, വെള്ളത്തിൽ മുങ്ങുമ്പോഴൊക്കെ അല്ലേ ആര് വരും? ഫയർ എഞ്ചിൻ വരും അല്ലേ. ഫയർ സ്റ്റേഷനിലും ഉദ്യോഗസ്ഥർ വരും. യൂസ് ഫയർ എഞ്ചിൻസ് ടു ഫൈറ്റ് എ ഫയർ. കൂടുതലും എന്താണ്? തീപിടുത്തം ഉണ്ടാകുമ്പോൾ അല്ലേ. അവ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കും. അവർ വന്ന് ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ട് ഫയർ കെടുത്തു അല്ലേ. ഫയർ സ്റ്റേഷൻ ഹാസ് പീപ്പിൾ ഹു ഹെൽപ്പ് പുട്ട് ഔട്ട് എ ഫയർ. എന്തിനാണ്? പുട്ട് ഔട്ട് എ ഫയർ. They use fire engines to fight a fire. ഒരു ഫയർ എഞ്ചിനുമായിട്ട് എഞ്ചിൻ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യും. ഫയറുമായിട്ട് ഫൈറ്റ് ചെയ്ത് അത് നല്ല വെള്ളം ചിരിച്ച് അവർ തീ അണയ്ക്കും. അപ്പോൾ എന്ത് വേണം? വീടിൻ്റെ അടുത്ത് നമ്മുടെ പ്ലേസിൻ്റെ അടുത്തൊക്കെ ഫയർ സ്റ്റേഷൻ നിർബന്ധമാണ്. ഫയർ സ്റ്റേഷൻ. ഓക്കെ. What are the importance of fire station? A fire station has people who help put out a fire. They use fire engines to fight a fire. Okay. And then post office. Next place ആണ് post office. And you see for post office. Post office കാണാൻ ആരെങ്കിലും ഉണ്ടോ? പോസ്റ്റ് ഓഫീസ് പോകാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പോസ്റ്റ് ഓഫീസ് വേണം അല്ലേ. ഇവിടെ വീട്ടിലത്തെ ഒരു പോസ്റ്റ് ഓഫീസ് നിർബന്ധമാണ്. പോസ്റ്റ് ഓഫീസ്. ഓക്കെ. ഈ പോസ്റ്റ് ഓഫീസ് help us send letters, parcels and money orders to different places. പോസ്റ്റ് ഓഫീസിന്റെ ഡ്യൂട്ടി എന്താണ്? പോസ്റ്റ് ഓഫീസ് help us
സെൻഡ് ലെറ്റേഴ്സ് അയക്കാനും പാർസൽസ് ഒക്കെ നമുക്ക് പാർസൽ അല്ലേ ദൂരെ നിന്ന് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വരുത്താൻ പാർസൽസ് പിന്നെ മണി ഓർഡർ അല്ലേ മണിയൊക്കെ നമുക്ക് ദൂരെ നിന്നും വരാനും ഒക്കെ സഹായിക്കുന്ന ആരാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് we can buy stamps and envelopes from the post office പിന്നെ നമുക്ക് സ്റ്റാമ്പുകളും കവറുകളും എൻവലപ്സും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതും പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഓക്കെ എന്താണ് പോസ്റ്റ് ഓഫീസിന്റെ ഇമ്പോർട്ടൻസ് എ പോസ്റ്റ് ഓഫീസ് ഹെൽപ്പ് us send letters parcels and money orders send letters അയക്കാനും parcels അയക്കാനും and money orders to different places okay and we can buy stamps and envelopes from the post office envelope cover envelopes envelopes എന്ന് പറഞ്ഞാൽ കവറല്ലേ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് കവറുകൾ കിട്ടുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റാമ്പ് പൊട്ടിച്ചാണ് ഇപ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്നാലും പോസ്റ്റ് ഓഫീസിലാണ് കവറും സ്റ്റാമ്പും ഒക്കെ വിൽക്കപ്പെടുക അവിടുന്നാണ് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ അയക്കുന്നതും മണി ഓർഡേഴ്സ് ഒക്കെ അയക്കുന്നതും അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് എൻവലപ്സ് ഓക്കെ ആൻഡ് ദെൻ നെക്സ്റ്റ് പോലീസ് സ്റ്റേഷൻ അല്ലേ പോലീസ് സ്റ്റേഷൻ വേണം എന്തിനാണ് പോലീസ് സ്റ്റേഷൻ ആരുണ്ടാവുക പോലീസ്മാൻ ഉണ്ടാവും അല്ലേ പോലീസ് വിമൻ ഉണ്ടാവും അല്ലേ പോലീസ് സ്റ്റേഷൻ എന്തിനു വേണ്ടിയാണ് കടന്നിമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇറ്റ്സ് സേഫ് ആൻഡ് ഗാർഡ് നെയ്ബർഹുഡ് നമ്മളെ സംരക്ഷിക്കുന്ന ആരാണ് പോലീസുകാരാണ് അല്ലേ നമ്മളെ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന ആരാണ് അതുപോലെ ഗാർഡ് ചെയ്യുന്ന ആരാണ് പോലീസാണ് എ പോലീസ് സ്റ്റേഷൻ ഈസ് ദി ഓഫീസ് ഓഫ് ദി ലോക്കൽ പോലീസ് ഫോഴ്സ് is the office of the local police force the police keep us safe and guard the neighborhoods നമ്മുടെ ഗാർഡ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് പോലീസാണ് പോലീസ് സ്റ്റേഷൻ POLICESTATION പോലീസ് സ്റ്റേഷൻ ഓക്കെ police station what is the importance of police station the police keeps us safe and guard the neighborhood നമ്മളെ സംരക്ഷിക്കുന്നു നമ്മുടെ ചുറ്റുപാടും നമ്മളെ സംരക്ഷിക്കുന്നതും ഗാർഡ് ചെയ്യുന്നതും ഒക്കെ പോലീസാണ് and there are other places in the neighborhood such as പിന്നെ അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലെ ലൈബ്രറി അല്ലേ നമ്മുടെ വീടിനടുത്ത് ലൈബ്രറി ഉണ്ടാവണം what is the importance of library to read or borrow books നമുക്ക് ആവശ്യമുള്ള വായിക്കാനും ഉള്ള ബുക്കുകൾ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ് ലൈബ്രറി ആൻഡ് ഫാർമസി എന്താണ് ടു ബൈ മെഡിസിൻസ് നമ്മൾ മെഡിസിൻസ് ഡോക്ടർമൊക്കെ മരുന്നുകൾ കിട്ടും അല്ലേ അത് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് pharmacy to buy medicines okay quick check where do you go to buy stamps എവിടുന്നാണ് നമ്മൾ സ്റ്റാമ്പ് വാങ്ങുന്നത് ഹോസ്പിറ്റൽ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് yes right in tick post office put tick post office column നിങ്ങൾ ടിക്ക് ചെയ്യട്ടോ പോസ്റ്റ് ഓഫീസ് where do you go to buy stamps പോസ്റ്റ് ഓഫീസ് okay ഇത്രയും ഇമ്പോർട്ടൻ്റ് പ്ലേസിനെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫസ്റ്റ് മാർക്കറ്റ് എന്താണ് മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് we go to the market to buy the things we need നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലമാണ് മാർക്കറ്റ് ആൻഡ് then second bank all of you read market and first to last the places around our home make up our neighborhood what is neighborhood the places around our home make up our neighborhood the people who live near our home are called neighbors നമ്മളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് neighbors we should keep our neighborhood neat and clean
എന്ത് വേണം നമ്മൾ? We should keep our neighborhood neat and clean. നമ്മുടെ ചുറ്റുപാടുമുള്ള കീപ് അവർ നെയ്ബർഹുഡ് ചുറ്റുപാട് നമ്മൾ എന്താക്കണം? നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും സൂക്ഷിക്കണം. ഇനി നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചാണ് കണ്ടത്. ഫസ്റ്റ് മാർക്കറ്റ്. All of you read market. Some places in our neighborhood. First market. We go to the market to buy the things we need. Right? We go to the market to buy the things we need. These shops sell vegetables, fruits, flowers, clothes, food items and many other things. Then market നമ്മൾ എന്തൊക്കെ വാങ്ങുന്നു? These shops sell vegetables, fruits, flowers, clothes, food items and many other things. Okay. And then bank. What are the importance of bank? We go to a bank to keep our money and other valuables safe. We go to a bank to keep our money. നമ്മുടെ മണിയും നമ്മുടെ പൈസയും അതുപോലെ other valuablesഉം സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബാങ്ക്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ. We go to a hospital for treatment. And we go to a hospital for treatment when we are sick or injured. When we are sick or injured. A hospital has special vans called ambulance to carry very sick people to the hospital. A hospital has special vans called ambulance to carry very sick people to the hospital. Very sick ആയിട്ടുള്ള രോഗികളെ കൊണ്ടുപോകുന്ന വാനാണ് ambulance. And then we study school. What are the importance of school? We go to a school to study and learn. We go to school to study and learn. Then we study at fire station. What are the importance of fire station? A fire station has people who help put out a fire. Fire station who help put out a fire. Fire station has people who help put out a fire. They use fire engines. They use fire engines to fight a fire. And then post office. A post office helps us send letters, parcels and money orders to different places. We can buy stamps and envelopes from the post office. Okay? A post office helps us send letters, parcels and money orders to different places. We can buy stamps and envelopes from the post office. And last, police station. A police station is the office of the local police force. The police keep us safe and guard the neighborhood. The police keep us safe and guard the neighborhood. No more. There are other places in the neighborhood such as library to read or borrow books. Library to read or borrow books. Pharmacy to buy medicines. Pharmacy to buy medicines. And quick check. Where do you go to buy stamps? In post office. Correct answer, post office. Okay, over a chapter and just study and read this chapter very well. Okay, at least 5 times you should read. Okay, all of you take the notebook and write chapter 3, My Neighborhood. Write the chapter name, chapter 3, My Neighborhood. And write first word neighborhood. 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 Okay, spelling Neigh. Neighdhbor. HOD, HOOD, neighborhood. Second, neighbors.
Second, neighbors, neighbors. Third, market, market, market. Now write one time and after you should write 5 times. Okay, market. And 4, bank, 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 bank. And bank is valuables, money and valuables. Valuables വിലപ്പെട്ടത് നമ്മുടെ വിലപ്പെട്ട സാധനങ്ങൾ valuables, valuables, valuables. And then hospital, 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 hospital. And then treatment, hospital treatment, sick രോഗികളെ sick and injured പേഴ്സണെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അല്ലേ treatment, treatment. And injured, മുറിവേൽക്കുക injured. And then ambulance, 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 ambulance. And school, 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 school. And then fire station, FIRE, fire station. Then post office, post office, POST or FFICE, post office. Then envelope, ENVELOPES, envelopes. Envelopes is cover, envelopes, ENVELOPES. And last, police station, POLICESTATION, police station. Okay, police station. And then you should write the answer the following question number 1. What is a neighborhood? ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടെ എഴുതി നമുക്ക് നിർത്താം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു. വാട്ട് ഈസ് എ നെയ്ബർഹുഡ്? എന്താണ് നെയ്ബർഹുഡ്? ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിലെ ആണ്. വാട്ട് ഈസ് എ നെയ്ബർഹുഡ്? വാട്ട് ഈസ് എ NEIGHBOURHOOD? വാട്ട് ഈസ് എ നെയ്ബർഹുഡ്? എന്താണ് നെയ്ബർഹുഡ്? എന്താണ് നെയ്ബർഹുഡ്? What is a neighborhood? The places around our home make up our neighborhood. Simple ആണ് അല്ലേ? So one sentence എഴുതാം. The places around our home, the places, PLACES, places around our home make up our neighborhood. What is a neighborhood? Right? And study now. What is a neighborhood? എന്താണ് neighborhood? എന്താണ് neighborhood? The places around our home make up our neighborhood. എന്താണ്? The places around our home make up our neighborhood. And study well. Now, the places around our home make up our neighborhood. നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെ പറയുന്നതാണ് neighborhood. The places around our home make up our neighborhood. The places around our home make up our neighborhood. Okay, study well. What is the neighborhood? The places
The places around our home make up our neighborhood. Okay. Study well. What is the neighborhood? The places around our home make up our neighborhood. Make up our neighborhood. ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. ഈ വേർഡ്സുകളും വൈറ്റൻസ് എഴുതാം, അത് നന്നായിട്ട് പഠിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസും പഠിക്കാം കേട്ടോ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസും പഠിക്കാം. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. പഠിച്ചിട്ട് ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്ത് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ പഠിച്ചോ ഇല്ലെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചിട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് കാണാതെ നിങ്ങൾ എഴുതുക കേട്ടോ. എഴുതി നോക്കുക, പഠിച്ചു ഇല്ലയോ എന്ന് അറിയാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ചാപ്റ്റർ ഓവറായിട്ടുണ്ട്. ഇനി എക്സസൈസ് പാർട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.